ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 2027 LGS LDC ലക്ഷ്യം വെച്ച് നമ്മൾ പഠനം ആരംഭിച്ചു. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പും തുടങ്ങി. പഠനത്തിൽ പലരും വിമുഖത കാണിക്കുന്നു. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, വേക്കൻസി കുറയുന്നു, നിയമനങ്ങൾ ഇഴയുന്നു, വിജ്ഞാപനങ്ങൾ മാത്രം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഷമമാണ് കുട്ടികളിൽ വിമുഖത ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, പോസിറ്റീവായി ചിന്തിക്കുക, നന്നായി പരിശ്രമിക്കുക. ഇനി PSC മാത്രം എന്നൊരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവാതിരിക്കുക. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ജോബ് അതൊന്നും കളയാതെ, നഷ്ടങ്ങളൊന്നും വരുത്താതെ പഠിക്കാനുള്ള സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഫ്രീ ടെലഗ്രാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇന്നത്തെ മാതൃകാ പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്ന 10ാം തരം പ്രാഥമിക പരീക്ഷയ്ക്കുള്ള മാതൃകാ പരീക്ഷയാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യ 20 ചോദ്യം കണക്കായതുകൊണ്ടാണ് 21 മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് OMR ഷീറ്റ് ഉണ്ടെങ്കിൽ 21 മുതൽ 80 വരെ ആൻസർ ചെയ്യാം. അതല്ലാത്ത പക്ഷം വെള്ള പേപ്പർ എടുത്ത് 21 മുതൽ 100 വരെ നമ്പർ ഇടുക. അതിനുശേഷം ഞാൻ ചോദ്യങ്ങൾ വായിക്കും. ഉത്തരങ്ങൾ ശ്രദ്ധിച്ച് ഓപ്ഷനുകൾ നോക്കിയ ശേഷം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം എടുത്തെഴുതുക. ഞാൻ ശരി ഉത്തരം പറയും. അപ്പോൾ ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്യുക. തൂഫാൻ സ്ട്രൈക്ക് പേരുകൊണ്ട് നമുക്കിപ്പോൾ നന്നായിട്ടറിയാം. തൂഫാൻ സ്ട്രൈക്ക് പരിപാടിയുടെ ലക്ഷ്യമെന്ത്? എന്തായാലും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൂഫാൻ. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന് കച്ചവടക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക. രണ്ടാമത്തെ ചോദ്യം, കാഴ്ച പരിമിതരായ വനിതകളുടെ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് 2025 വേദിയായ ഇന്ത്യൻ നഗരം? ഉത്തരം ഓപ്ഷൻ എ, കൊച്ചി. ചോദ്യം 23, ഇന്ത്യയിൽ പുതുതായി പ്രഖ്യാപിച്ച ദേശീയ കായിക നയം? ഉത്തരം ഓപ്ഷൻ ബി, ഖേലോ ഭാരത് നീതി. ചോദ്യം 24, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന ഐച്ചി നഗോയ ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, ജപ്പാൻ. 2026 പി കേശവദേവ് അവാർഡ് നേടിയതാര്? 2025, 26, 27 വർഷങ്ങളിലെ പ്രധാന അവാർഡുകൾ ഓർത്തിരിക്കണം. ഉത്തരം ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രൻ. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൻ ഗൽസ പദ്ധതിയുടെ ലക്ഷ്യം? ഗോത്ര കലകളുടെ സംരക്ഷണം. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ഉൾപ്പെടാത്തത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. ചോദ്യം 28, 2026 കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ പുരസ്കാരം നേടിയവർ ആരല്ല? പത്മവിഭൂഷൺ KT തോമസ്, VS അച്യുതാനന്ദൻ. കേരളത്തിലെ ആദ്യത്തെ AI ആൻഡ് റോബോട്ടിക് റിസർച്ച് സെന്റർ സ്ഥാപിച്ചതിവിടെ?
ഓപ്ഷൻ ഡി നെടുവത്തൂർ. ഏതൊക്കെ രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഉപഗ്രഹമാണ് നിസാർ? നാസയുടെ എൻഎയും ഇസ്രോയുടെ ഐഎസും എല്ലാം കൂടെ ചേരുമ്പോൾ ഇന്ത്യ അമേരിക്ക. നിസാർ. ദാൽ തടാകത്തെ പറ്റിയുള്ള ശരിയായ വിവരങ്ങൾ. ദാൽ തടാകം ദാൽ തടാകം ശുദ്ധജല തടാകമാണ്. കശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ തീരത്ത് ശ്രീനഗർ പട്ടണമുണ്ട്. ശിക്കാരത്തോണികൾക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾക്കും പ്രസിദ്ധമാണ്. ഏതൊക്കെ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലപ്ല ചുരം? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ലഡാക്ക്. ചോദ്യം 33. കുമയൂൺ ഹിമാലയം എന്നറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്കു ഭാഗമാണ് കുമയൂൺ ഹിമാലയം. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചു കിടക്കുന്ന തീരസമതലം. വടക്കൻ സർക്കാസ് തീരം. ഏത് തടാകത്തിന്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പുലിക്കട്ട് തടാകം. ചോദ്യം 36. ഏതൊക്കെ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധ് സാഗർ ദോബ്? ഓപ്ഷൻ സി ജലം, ചിനാബ്, സിന്ധു. എക്കൽ വിശറികളാൽ സമ്പന്നമായ ഉത്തരേന്ത്യൻ സമതലം. ബ്രഹ്മപുത്ര സമതലം. മുംബൈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിളിക്കാൻ കാരണം? പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈ. 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനമാരംഭിച്ച ഇരുമ്പുരുക്ക് ശാല. UK സഹായമാണ്. ഓർക്കുക, ദുർഗാപൂർ. ഇന്ത്യയിലെ ആണവോർജ നിലയങ്ങൾ, സംസ്ഥാനങ്ങൾ. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ശരിയല്ലാത്തത് കൈഗയാണ്. കൈഗ കർണാടക. നറോറ ഉത്തർപ്രദേശ്, കക്രപാറ ഗുജറാത്ത്, കൈഗ കർണാടക, താരാപൂർ മഹാരാഷ്ട്ര. ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപവൽകൃതമായ തീയതി? 1950 മാർച്ച് 15. ആരുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചത്? JC കുമരപ്പ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2 ഘട്ടങ്ങൾ നടന്നത് ഏതൊക്കെ കാലയളവിൽ? 1960 മുതൽ 70 വരെയും പിന്നീട് 70 മുതൽ 80 വരെയും. ഡോക്ടർ രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഊന്നൽ നൽകിയ മേഖല? സർവകലാശാല വിദ്യാഭ്യാസം. രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയാൽ ഗാന്ധിജി നയിച്ച പ്രക്ഷോഭം?
ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. റൗലറ്റ് നിയമത്തിലെ ഇന്ത്യക്കാർക്ക് ദോഷകരമായ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയായിരുന്നു? റൗലറ്റ് നിയമമാണ് കരിനിയമം. അതില് ഇന്ത്യക്കാർക്ക് ദോഷമായ വ്യവസ്ഥകൾ: വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം, വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. ജലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ. ഓപ്ഷൻ എ ഹണ്ടർ കമ്മീഷൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വരാജ് പാർട്ടി രൂപവൽക്കരിച്ചത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? സ്വരാജ് പാർട്ടി. CR ദാസ്, മോത്തിലാൽ നെഹ്റു. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 7 അംഗങ്ങൾ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനാ പരിഷ്കരണം. ദേശീയ പതാകയുടെ മധ്യത്തിലെ അശോക ചക്രത്തിന് എത്ര ആരക്കാലുകളുണ്ട്? 24. 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകൾ പ്രതിപാദിക്കുന്ന ഭാഗം 1. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാൻ അനുവാദമുള്ള ഏറ്റവും വലിയ അളവ് 6300 × 4200 mm മില്ലിമീറ്റർ ആണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ എന്തിൽ നിന്നെടുത്തിട്ടുള്ള വാചകമാണ്? ഒരുപാട് മുൻവർഷങ്ങൾ ആവർത്തിച്ചതാണ്. മുണ്ടക ഉപനിഷത്ത്. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം 1972. ശരിയല്ലാത്ത പ്രസ്താവന. ഇവിടെ തന്നിരിക്കുന്നതിൽ 3 എണ്ണം ശരിയാണ്. ഡി ആണ് തെറ്റ്. ഭരണഘടനയിൽ തുടക്കത്തിൽ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 അവകാശങ്ങൾ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കടമകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ബി 11. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം അനുസരിച്ച് ലഭിച്ച അപേക്ഷയിൽ 48 മണിക്കൂറിനകം വിവരം നൽകേണ്ടത് ഏതൊക്കെ വിഷയങ്ങളിലാണ്? വ്യക്തിയുടെ ജീവനെയോ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീദ് പിള്ള. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെ എണ്ണം 2. തമിഴ്നാടും കർണാടകയും. കേരളത്തിൽ നിന്നുള്ള ആകെ പാർലമെന്റ് അംഗങ്ങൾ 29. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതെല്ലാം? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ മലനാടിന്റെ ശതമാനം. മലനാട് 48%. കൂട്ടത്തിൽ ഉൾപ്പെടാത്തതേത്? തുലാവർഷം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ: കബനി, ഭവാനി, പാമ്പാർ.
ഇതിനെ വടക്ക് നിന്ന് തെക്കോട്ട് രേഖപ്പെടുത്തിയാൽ കിട്ടുന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ വരും. കബനി ഭവാനി പാമ്പാർ. ഇടുക്കി അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഇടുക്കി അണക്കെട്ടിന്റെ സ്ഥാപിത ശേഷിയാണ് ശരിയല്ലാത്ത പ്രസ്താവന. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ. അഷ്ടമുടിക്കായലിനെ സംബന്ധിക്കുന്ന ശരിയായ വിവരങ്ങൾ. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നു. നീണ്ടകരയിൽ വെച്ച് അറബിക്കടലുമായി ചേരുന്നു. കല്ലടയാറിന്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ. ഹരിപ്പാവന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം 1812. ആ വർഷത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, കുറിച്യർ ലഹള. 1841 കണ്ണൂരിലെ ബണ്ണാശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചതാര്? റവറന്റ് ഹബിക്. അത് ശ്രദ്ധിക്കണം, വ്യത്യസ്തമായ ചോദ്യമാണ്. പഴശ്ശി കലാപം ഒന്നാം ഘട്ടം 1793 മുതൽ 97 വരെ. വേലുത്തമ്പിത്തളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച തീയതി. നമുക്കാകെ അറിയാവുന്നത് 1809 മാർച്ച് 11. മലയാള വർഷമാണ് ചോദിച്ചത്. 984 മകരം 1. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ചുവടെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചന അല്ലാത്തത്? ദർശനമാല. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനത്തിന്റെ അവകാശത്തെ പിന്തുണച്ചു. സാമ്പത്തിക പുരോഗതിയിൽ ശ്രദ്ധ വെച്ചു. കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചു. 1846 കോട്ടയത്തെ മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതാര്? ഏലിയാസ് ചാവറ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലെത്തിയ സവർണ ജാഥ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് നിവേദനം സമർപ്പിച്ചത്? സേതുലക്ഷ്മി ബായി. ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം നിലവിൽ വന്നത്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഏത് വിറ്റമിന്റെ ദീർഘകാലാഭാവം മൂലം കോർണിയ അതാര്യമാകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ? വൈറ്റമിൻ എ. നേത്രദാനത്തിന്റെ ഭാഗമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുന്നത് കണ്ണിന്റെ ഏത് ഭാഗമാണ്? ഉത്തരം കോർണിയ. സ്പർശം, നേരിയ സമ്മർദ്ദം, വസ്തുക്കളുടെ ആകൃതി എന്നിവ അറിയാൻ സഹായിക്കുന്ന ത്വക്കിലെ ഗ്രാഹിയുടെ പേര്? മെർക്കൽ ഡസ്ക്. വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ജീവകമ്പി കോംപ്ലക്സിലെ ജീവകങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ഫോളിക് ആസിഡ്, നിയാസിൻ, പെരിഡോക്സിൻ. പൊടിച്ച് തവിട് നീക്കിയ ധാന്യവും മൈദയും
പോഷകസമ്പുഷ്ടം അല്ലാതാകുന്നതിന് കാരണം. പൊടിച്ച് തവിട് നീക്കുമ്പോൾ തയമിൻ നഷ്ടപ്പെടും. തവിടിൽ തയമിനുണ്ട്. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന്റെ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൽ പൊക്കുടൻ. RNA-യിലുള്ളതും DNA-യിലില്ലാത്തതും. യുറാസിൽ. നമുക്കിപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചത് തിരിച്ചാണ്. DNA-യിലുള്ളതും RNA-യിലില്ലാത്തതും തയമിൻ. മാൻഡോട്സ് ടെസ്റ്റ് ഏത് രോഗം സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്നു? ക്ഷയരോഗം. വൈറസ് രോഗമായ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്തി. എയ്ഡ്സ് രോഗം താറുമാറാക്കുന്നത് ശരീരത്തിലെ ഏത് വ്യവസ്ഥയെയാണ്? പ്രതിരോധ വ്യവസ്ഥയെ. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്ത്? കാർബൺ മോണോക്സൈഡ്. കലോറിക മൂല്യം വളരെ കുറഞ്ഞ ഇന്ധനം. കാർബൺ മോണോക്സൈഡ്. ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ല. ദുർബലമായ ആകർഷണമാണ്. അതിനാൽ പാളികൾ പരസ്പരം തെന്നിമാറും. ഇതുമൂലം ഗ്രാഫൈറ്റ് എന്തായി ഉപയോഗിക്കുന്നു? സ്നേഹകം, ലൂബ്രിക്കന്റ്, ഫ്രിക്ഷൻ, ഘർഷണം കുറയ്ക്കാൻ. ഏത് രാസവസ്തുവിന്റെ വ്യാവസായിക ഉൽപാദനമാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ? നൈട്രിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രധാന ഭൗതിക ഗുണങ്ങൾ. സൾഫ്യൂരിക് ആസിഡിന് നിറമില്ല, വിസ്കോസിറ്റി കൂടുതലാണ്, ജലത്തിൽ ലയിക്കും, ജലത്തേക്കാൾ സാന്ദ്രത ഉണ്ട്. വസ്തുക്കൾ മതിയായ അളവിൽ ഏത് ഊർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴുമാണ് അവസ്ഥാമാറ്റമുണ്ടാകുന്നത്? താപോർജം. വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ, അതിലെ ശരിയായ ജോഡികൾ. കളിപ്പാട്ടത്തിൽ ട്രൈസെൽ, കാൽക്കുലേറ്ററിൽ മെർക്കുറി സെൽ, ക്യാമറയിൽ നിക്കൽ കാഡ്മിയം സെൽ, മൊബൈലിലെ ലിത്തിയം അയൺ സെൽ. എല്ലാം ശരിയാണ്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണം സ്വിച്ച്. കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വൈദ്യുതി എവിടെ നിന്ന് ലഭിക്കുന്നു? സോളാർ പാനൽ. ഭൂമിയിലെ ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത്? കൽക്കരി. അപ്പോ 80 ചോദ്യങ്ങൾ. അത്യാവശ്യം നിലവാരം പുലർത്തിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. വ്യത്യസ്തമായ ചില ചോദ്യങ്ങളുമുണ്ട്. നമ്മുടെ 10th പ്രിലിംസിലും ഇതിൽ ചില ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, PDF ആവശ്യമുണ്ട് എങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ 7736968625 ഇതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.